ഗൈസ് പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് ജോഷിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നമ്മുടെ ജോഷക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ബർത്ത്ഡേ വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ലഞ്ചിന് ജോഷിയുടെ അമ്മ സ്പെഷ്യൽ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ജോഷ അല്ലേ? നമുക്ക് എന്താന്ന് നോക്കാം. നമ്മളിപ്പോൾ അതേ കാക്കനെ കാണാൻ വന്നിരിക്കും അല്ലേ ജോഷേ? കാക്ക എവിടെയാന്ന് നോക്കിയേ, അവിടെ 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 മുകളിൽ കാക്ക എന്തി മുള്ളുണ്ടോ? കാക്ക കാക്കേ വിളിച്ച് കാക്കേ കാക്കേ ഗൈസ്. അപ്പം നമ്മൾ ഇനി കടയിൽ പോകാൻ പോവുകയാണ്. ഏത് കടയെന്ന് ചോദിച്ചാൽ വിശാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുണികളൊക്കെ കുറച്ച് റേറ്റ് കുറവിൽ കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ നമ്മുടെ ജാക്സ് പ്രോയ്ക്ക് എനിക്കും കുറച്ച് ട്രാക്ക് പാൻസ് ഒക്കെ മേടിക്കാനുണ്ട്. അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ അന്ന് ബാംഗ്ലൂർ വന്നപ്പോൾ കാണിച്ച ഗൂർക്കും ലാൻസറിൻ്റെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഇതാണ്ടോ കട, വിശാൽ മെഗാ മാർട്ട്. എന്തായാലും കയറി വെക്കാം. ഈ സ്റ്റേ ഇവിടെ ജോഗേഴ്സ് നല്ല അടിപൊളി ട്രാക്ക് പാൻറ്റിനൊക്കെ വെറും 199 ഒക്കെ ഉള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നത്. വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഗൈസ്. നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അനീത്തിനും പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അനീത്തിയുടെ ബാഗൊക്കെ പുറത്ത് ഇടാൻ തന്നിരിക്കുകയാണ്. ഇത് കൂടി പോകുന്നു ഗൈസ്. ആയി പറഞ്ഞു കയ്യും നല്ലോണം തിന്നായിരുന്നു. ഞാൻ മേടിച്ചില്ല, അത് നടക്കുന്നത് കണ്ടതാ. പേടിച്ചോന്നാ ചോദിച്ചേ? ഞാൻ പേടിച്ചിട്ടില്ല, അങ്ങനെ മേടിച്ചില്ല. ഞാൻ കണ്ടപ്പോ ഗൈസ്. അപ്പോൾ വൈകുന്നേരം കഴിക്കാനായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോയും നല്ല അടിപൊളി ചമ്മന്തിയും കൂടിയാണ് നമ്മൾ കഴിച്ചത്. അനീത്തിനെ ഡാൻസ് ക്ലാസ് ഒന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഡാൻസിൽ എന്താ പഠിപ്പിച്ചത്? 5th സ്റ്റെപ്പ് ലെഗ്സോ? അതെങ്ങനെ മറ്റേ അതന്നെ ഞാൻ ചോദിച്ചേ. മറ്റേ വടി മടിച്ചിട്ട് വടി വെച്ച് മറ്റേ സാധനത്തെ മടിക്കില്ലേ? ഇല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞ നേരത്തെ. എന്നിട്ട് എപ്പ തീരും മടിച്ച് ഇവിടെയല്ലേ തിരിയണ്ടേ? അതന്നെ അതന്നെ അതന്നെ. എന്നിട്ട് ഞാൻ 2 സ്റ്റെപ്പ് പഠിച്ചു. 4ാമത്തെ സ്റ്റെപ്പ് കൈ പഠിച്ചു. ഈ 5th സ്റ്റെപ്പ് കാലൊടിച്ചു. പക്ഷെ കൈ ഞാൻ ചെയ്തത് കാരണം എനിക്ക് കൈ അറിയാവുന്നതാണ്, കണ്ടുപഠിച്ചതാണ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ ബർത്ത്ഡേ ബോയിനെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പള്ളിയിൽ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് പള്ളിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇത് അവളുടെ സ്കൂളിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ പുൽക്കൂട് വെച്ചത് കാണാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഉണ്ണീശോനെ വെച്ചിട്ടില്ല. ഉണ്ണീശോനെ ക്രിസ്മസിൻ്റെ തന്നെ വയ്ക്കുള്ളൂ. അങ്ങനെ സ്കൂളിന് ചുറ്റുമുള്ള ഏരിയയിൽ ഫുള്ള് ഇതുപോലെ അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീയും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ലൈറ്റൊക്കെ ക്രിസ്മസ് ട്രീ ഇതുപോലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. ഇത്ര നാളെ